ഹലോ, ഇന്ന് മെയിൻ ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ളത് ഇന്നത്തെ ഹർത്താലിനെ കുറിച്ചാണ്. ഹർത്താൽ കാരണം മൂഞ്ചി തെറ്റിയിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനം. ഹർത്താൽ ദിവസം എൻജോയ് ചെയ്ത് മണ്ടനായ എല്ലാവർക്കും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കുന്നു. ആദ്യത്തെ വീഡിയോ. എന്തായാലും ഹർത്താൽ ദിവസമല്ലേ, പണിമുടക്ക് ദിവസമല്ലേ, നമുക്ക് പണിമുടക്കിൽ തന്നെ തുടരാം. IMDC പങ്കെടുക്കുന്നില്ല. ഇന്നത്തെ സമരം എന്തിനാണെന്ന് അറിയാവുന്ന ഇന്നത്തെ സമര ദിവസത്തെ ഓഫ് ഡേ എൻജോയ് ചെയ്ത അലവലാദികളിൽ എത്ര പേർക്ക് ഇന്നത്തെ ദിവസം എന്തിനായിരുന്നു സമരം ചെയ്തതെന്ന് അറിയാം? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എൻജോയ് ചെയ്തില്ല. പക്ഷേ കുറേമാരുടെ കഞ്ഞി കൂടി മുറ്റുന്ന ദിവസമാണ് എന്ന് തിരിച്ചറിവ് എനിക്കുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കണ്ട ആൾ, ഇയാൾക്ക് എത്ര രൂപയായിരിക്കും ശമ്പളം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഇയാളുടെ ജോലി പെർമനന്റ് ആയിരിക്കുമോ ടെമ്പററി ആയിരിക്കും? സ്വാഭാവികമായിട്ട് ഡെയിലി വേജസ് ആയിരിക്കും. ഒരു ദിവസം 500-നും 1000-നും ഇടയിലായിരിക്കും ഇയാളുടെ വരുമാനം. 500 വെച്ച് കൂട്ടിയാലും ഒരു മാസം ഇയാൾ 30 ദിവസം ജോലി ചെയ്താൽ ഇയാൾക്ക് 15,000 രൂപയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം ഇയാൾ ഒരുപക്ഷെ BJP പ്രവർത്തകനായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഇയാൾ വന്ന് ജോലി ചെയ്യുന്നത് ഈ 15,000 രൂപ മാസം കിട്ടാനായിരിക്കും. ഇന്ന് ഈ ജോലി ചെയ്യാതിരുന്ന ഇയാൾക്ക് ഒരു 500 രൂപ മുടങ്ങും. ഇയാളുടെ മാസ വരുമാനത്തിൽ ഈ 500 രൂപ അയാൾ കടം മേടിക്കണം, അല്ലെങ്കിൽ വേറെ കണ്ടുപിടിക്കണം. ഇന്നത്തെ സമരം തൊഴിലാളികൾക്ക് വേണ്ടി, തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി എന്നൊക്കെയാണ് ഈ സമരം ചെയ്തവന്മാർ മൂഞ്ചുന്നത്. പക്ഷെ ഇവരോട് ചോദിക്കാനുള്ളത്, ഇയാൾക്ക് ഇന്ന് നഷ്ടപ്പെടാൻ പോകുന്ന ഈ 500 രൂപ ഇവന്റെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കൊണ്ടു കൊടുക്കുമോ? അല്ലെങ്കിൽ 500 രൂപ ഇയാൾക്ക് കിട്ടണം, ജോലി ചെയ്തില്ലെങ്കിൽ ഈ സമര ദിവസം 500 രൂപ ഇയാൾക്ക് കിട്ടണം എന്ന രീതിയിൽ ഇവർ ഏതെങ്കിലും തൊഴിലാളി സംഘടനകൾ ചേർന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമോ? മേടിച്ചു കൊടുക്കോ? ഇല്ലാത്ത പക്ഷം യുവമാർ ഈ ചെയ്തതിന്റെ പേരാണ് തന്തയില്ലായ്മ എന്ന് പറയില്ല. കാരണം തന്തയോട് കൂടിയ ഒരു കുട്ടി ജനിക്കും. തന്ത ആരാണെന്ന് സംശയം തോന്നുന്ന ഒരു അവസ്ഥ. അത്തരത്തിലുള്ളവന്മാർക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. ഞങ്ങൾ 3 മാസം മുമ്പേ എല്ലാം പറഞ്ഞു, ഇന്നലെ പറഞ്ഞല്ലോ. പണിമുടക്കല്ലേ എന്താ വിശ്വാസം? ഇത് പണിമുടക്കാന്ന് അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? വേണ്ട ഒരു ഹോസ്പിറ്റൽ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ പണി മുടക്കുന്നത് എന്നാണ് ഈ മഹാന്മാർ മൂഞ്ചുന്നത്. എന്തിനു വേണ്ടി? ഇവിടെ കിടന്ന് പണി മുടക്കിയിട്ട് ആൾക്കാർ അന്നം മുട്ടിച്ചിട്ട് എന്താണ് ഇവന്മാർ നേടിക്കൊടുക്കാൻ പോകുന്നത്? നാളെ മുതൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? ഒറ്റ ദിവസം സമരം കൊണ്ട് എന്ത് മാറ്റമാണ് ഈ ബുദ്ധിരാക്ഷസന്മാര് നമ്മളെ നാട്ടിന് ഉണ്ടാക്കാൻ പോകുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ വണ്ടി തടയാനുള്ള അവകാശം ഇവർക്ക് ആരാണ് കൊടുത്തത്? നിങ്ങൾ സമരം ചെയ്യാനും സമരം ചെയ്യാതിരിക്കാനുള്ള അവകാശം ഒരുപോലെ ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. നിങ്ങൾ 3 മാസം മുമ്പ് പറഞ്ഞോ, അല്ലെങ്കിൽ ജനിച്ചപ്പോ വന്ന് നെറ്റിൽ എഴുതി വെച്ചോ എന്നതിലല്ല. ഒരാൾ സഞ്ചരിക്കുന്നത് തടയാനുള്ള അവകാശം ഇവന്മാർക്ക് ആരാണ് കൊടുത്തത്? ഒരു തണ്ടി ടയറിന്റെ കാറ്റ് തുറക്കാൻ പോകുന്നുണ്ട്, ഇവൻ ആരാണ് അതിന് അധികാരം കൊടുത്തത്? ഒരു വാഹനത്തിന്റെ ചാവി ഊരാൻ അധികാരമില്ലാത്ത പോലീസുകാരുള്ള നാട്ടാണ് നമ്മുടേത്. അവിടെയാണ് ഇവന്മാര് വണ്ടിയുടെ എയർ ഊരി വിടാൻ പോകുന്നത്. നമുക്കിവിടെ ഇരുന്ന് കുരയ്ക്കാമെന്നല്ലാതെ ഇതിലൊന്നും മാറ്റം ഉണ്ടാകാൻ പോണില്ല. പുറത്തോട്ട് ഇറങ്ങും മിസ്റ്റർ. ഇവര് മാത്രമേ PSC എഴുതിയിട്ടുള്ളൂ, ഇവര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഇവര് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. ബാക്കി നാട്ടിലെ തൊഴിലാളികൾക്ക് PSC എഴുതി വളരെ മോശമായ സമീപനം. പഞ്ചായത്ത് ഓഫീസർ നടക്കാൻ പാടില്ല. ഒരു വർക്കിന് 30 പേരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇതുമായിട്ട് സഹകരിച്ച് അവർ പോയി.
ഒരു പ്രശ്നമില്ല. പഞ്ചിങ് ചെയ്തല്ലോ നിങ്ങൾ വൈകിട്ട് വന്നല്ലെങ്കിൽ പഞ്ചിങ് നിങ്ങൾ ഇതൊന്ന് അടച്ചിട്ടാല് ഓ ശരി അല്ല നിങ്ങൾ ചെയ്തോ നിങ്ങളിതൊന്ന് അടച്ച് നിങ്ങൾ ഈ സമരത്തിനെതിരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കാനാണ് അതല്ലയോ നിങ്ങൾ വക്കീലിനായിട്ട് അല്ല നിങ്ങൾ അതായിക്കോട്ടെ നിങ്ങൾ ഇതിനെ യോജിക്കാനും യോജിക്കാതിരിക്കാനും കാരണങ്ങൾ കാണും. ഞാൻ ഒരു രാഷ്ട്രീയ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടാ അല്ല അന്നും ഇന്ത്യയിലെ ജനങ്ങൾ വെറുതെ ഇരുന്നായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടത്തില്ലായിരുന്നു. ഇപ്പൊ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. നല്ല ചരിത്രബോധമുള്ള ആൾക്കാരാണ് നമ്മുടെ സമരത്തിന് മുന്നോട്ട് നിൽക്കുന്നത്. ഇതുപോലെയുള്ള സമരങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നതെന്നാണ് ഈ പൊട്ടം പറയുന്നത്. സമരം ചെയ്തിട്ടാണ് സ്വാതന്ത്ര്യം നേടുന്നത്. പക്ഷേ അന്നം മുട്ടിച്ച സമരങ്ങളായിരുന്നില്ല. ഈ വീഡിയോയില് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ഒരു എന്തോ പാഴ്സൽ സർവീസ് പോലെ ഉണ്ട്. PSC എഴുതിയിട്ട് കയറിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ പോസ്റ്റ് ഓഫീസ് അങ്ങനെ എന്തെങ്കിലും അവരെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗവൺമെന്റ് അംഗീകൃത പാഴ്സൽ ഏജൻസി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ പാഴ്സലുകളൊക്കെ ഇന്ന സ്ഥലത്ത് എത്തണമെന്നോ അല്ലെങ്കിൽ കണക്ക് നോക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇവർ തടസ്സപ്പെടുത്തുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് അടയ്ക്കട എന്ന സവരക്കാർ ആശുപത്രിക്ക് മരുന്ന് എത്തിക്കുന്ന സ്ഥലമാണ് പറഞ്ഞിട്ടും രക്ഷയില്ല. ആശുപത്രിക്ക് മരുന്ന് എത്തിക്കുന്ന സ്ഥലം എന്താണ് ഇവരെ കുറിച്ച് പറയേണ്ടത്? പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ മരുന്നുകൾ ഇന്ന സ്ഥലത്ത് എത്തണമെന്നുണ്ടാവും. അത് പ്രതീക്ഷിക്കുന്ന രോഗികളുണ്ടാവും. ഒന്നാമത്തെ കാര്യം ഈ സമരാനുകൂലികൾ പലതും വ്യക്തമായിട്ടുള്ള ബുദ്ധിയില്ലാത്ത ചിന്താശേഷി ഇല്ലാത്ത രാഷ്ട്രീയ അടിമകളാണ്. അതുകൊണ്ട് തന്നെ അവരത് ചിന്തിക്കണമെന്നില്ല. നമ്മൾ ഈ സന്ദേശം സിനിമകളിലൊക്കെ കാണുന്നില്ല. അതുപോലെ സ്വന്തം അമ്മ ആശുപത്രി കിടന്നാൽ പോലും അവർ സമരം ചെയ്യും. ഈ മരുന്നുകൾ കിട്ടാതെ മരിക്കുന്ന രോഗികളുണ്ടാവാം, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന രോഗികളുണ്ടാവാം. അവർക്കുള്ള കഷ്ടത്തിന് ഇവർ ആര് പരിഹാരം ചെയ്യും? നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഈ നാട്ടിലെ മുഴുവൻ കൂട്ടിയിട്ട് നിങ്ങൾ മാത്രം ഇന്ന് ലാഭം ഉണ്ടാക്കുന്ന തൊഴിലാളി എന്ത് സ്വഭാവം ഇപ്പൊ വന്നു എന്തൊക്കെ മാത്രം കുട്ടികളെ അണ്ണന്റെ കയ്യിലുണ്ട് എനിക്ക് മാത്രം നോക്കില്ല. ഇവിടെ എത്ര ആളുകൾ പണി പഠിക്കും നിങ്ങൾ മാത്രം ലാഭം ഉണ്ടാക്കാൻ തൊഴിലാളികൾക്ക് വേണ്ടിയ സമരം. എന്റെ പോലത്തെ ചട്ടകൾ കരിങ്കാലി പണി എടുക്കാം. തിരിച്ചു വരുന്നതിന് കൂട്ടിയില്ലെങ്കിൽ സാധനം ഞങ്ങള് കൈകാര്യം ചെയ്യും. കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങള് സാധനം കൈകാര്യം ചെയ്യും. തിരിച്ചു വരുമ്പോൾ മേശപ്പുറത്ത് ഒറ്റ നമ്മുടെ കാണാൻ ഈ നാട്ടിലെ മുഴുവൻ കൂട്ടിയിട്ട് നിങ്ങൾ മാത്രം ഇന്ന് ലാഭം ഉണ്ടാക്കുന്ന തൊഴിലാളി എന്ത് സ്വഭാവം താനെടുത്ത് വെച്ചോ ഇല്ലെങ്കിൽ ഇപ്പൊ വന്നു കിട്ടിയത് രാവിലെ തുടങ്ങി സമരം എന്തൊക്കെ മാത്രം കുട്ടികളെ അണ്ണന്റെ കയ്യിലുണ്ട് എനിക്ക് മാത്രം നോക്കില്ല. ഇവിടെ എത്ര ആളുകൾ പണി പഠിക്കും നിങ്ങൾ മാത്രം ലാഭം ഉണ്ടാക്കാൻ തൊഴിലാളികൾക്ക് വേണ്ടിയ സമരം. എന്റെ പോലത്തെ ചട്ടകൾ കരിങ്കാലി പണി എടുക്കാം. തിരിച്ചു വരുന്നതിന് കൂട്ടിയില്ലെങ്കിൽ സാധനം ഞങ്ങള് കൈകാര്യം ചെയ്യും. കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങള് സാധനം കൈകാര്യം ചെയ്യും. തിരിച്ചു വരുമ്പോൾ മേശപ്പുറത്ത് ഒറ്റ നമ്മുടെ കാണാൻ ഒറ്റ ദിവസം കൊണ്ട് അവർ ലാഭം ഉണ്ടാക്കി ലുലുമാൾ പണിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാറ്റുന്ന മീനൊന്നും നാളെ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ഇതിനൊക്കെ അവർ മുടക്ക് മുതൽ വേസ്റ്റ് ആണ്. നാളെ പുതിയ മീൻ എടുക്കാൻ പോകുന്നത് ഇന്ന് കിട്ടാൻ പോകുന്ന വരുമാനം വെച്ചായിരിക്കും എടുക്കാൻ പോകുന്നത്. ഈ സമരാനുകൂലികൾ അതിന് ഒരു പരിഹാരം ചെയ്യുന്നില്ല. അതായത് ഈ സമരം ചെയ്യുന്നതോടെ ഇവരെ ലാഭമാണല്ല, ഇവരുടെ മുതലാണ് ഇല്ലാതാക്കുന്നത്, ഇവരെയാണ് കഷ്ടത്തിലാക്കുന്നത്, ഇവരുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നത്. ഒരുപക്ഷെ ആ നഷ്ടം കൊണ്ട് തന്നെ ഈ കട തന്നെ പൊട്ടിപ്പോവാം. ഇവർ പറയുന്നുണ്ട് 3 മാസം മുമ്പേ പറഞ്ഞതാണ്. 3 മാസം മുമ്പ് പറഞ്ഞാലും ഇവര് ആ മീൻ എടുത്താലേ പറ്റുന്ന സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ എടുത്തതുമായിരിക്കാം. അവരുടെ ലാഭം ഉണ്ടാക്കുന്ന പോട്ടെ, മുതൽ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥ. പക്ഷെ നാളെ അവർ കടം മേടിച്ചിട്ടായിരിക്കും നാളത്തെ മീൻ എടുക്കാൻ പോകുന്നത്. ഈ സമരം കൊണ്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്ത് മലയാണ് മറിക്കാൻ പോകുന്നത്? ഒന്നുമില്ല. അവരുടെ രാഷ്ട്രീയ ബലം കാണിക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് ഈ സമരം. അതല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു രോമം ഒന്ന് നരപ്പിക്കാൻ പോലും പറ്റാത്തവന്മാരാണ്. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞു. ഇയാളെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം ഇയാൾ വാ തുറന്നാൽ പൊട്ടത്തരവും മണ്ടത്തരവും മാത്രമേ കാണിക്കുള്ളൂ. വളരെ ടാലന്റഡ് ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് ആണെന്നും വാ തുറന്നാല് ഇതുപോലുള്ള മണ്ടത്തരങ്ങളും ഒക്കെയാണ് പറയുന്നതെന്നും
ഇയാൾ എങ്ങനെയാണ് ഈ അമ്മ സംഘടനയുടെ തലപ്പത്ത് ഇപ്പൊ ഉണ്ടാകുന്ന അറിയാൻ വയ്യ വരെ എത്തിയതെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. പണ്ട് ഗ്രൂപ്പ് അടിച്ച് നടന്ന ആളാണ്. ഇയാള് ഒരു ഉത്തമ മാതൃകയാണ്. കാരണം ഈ ഫേസ്ബുക്ക് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകൾക്ക് ഒരു ഉത്തമ മാതൃകയാണ് ഇയാൾ പറയുന്നത് നമ്മൾ അത്രത്തോളം കാര്യമായിട്ടെടുത്താൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. That getting ignored by someone in your own house. ചേച്ചി വലിയ പോസിറ്റീവ് വൈബ് ഉടുത്തി അങ്ങോട്ട് തരാനായിട്ട് വന്നതാണ്. പക്ഷെ എന്റെ ചേച്ചി ആ ഒരു ഉടുപ്പിട്ടതിന് ശേഷം ഈ പോസിറ്റീവ് വൈബ് തള്ളിയാ പോരായിരുന്നു. പറ്റത്തില്ലല്ലേ? അൽഗോരിതം ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം ഇത് കണ്ട് പുളകിതം കൊള്ളാനായിട്ടിരിക്കുന്നവരെ ഒന്ന് പോസിറ്റീവ് വൈബ് ഓൺലി. ഈ അമ്മാവനെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതം ഉണ്ടെന്നറിയാം, പക്ഷെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന അറിയാൻ വയ്യ. ഇവൻ 24 മണിക്കൂർ ഇത്തരം വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം വെച്ചിട്ട് ഇവന്റെ അടുത്ത് ഈ വീഡിയോ ഇട്ട് അവൻ ഇരുന്ന് കാണും എന്നൊരർത്ഥത്തിൽ ഇതൊക്കെ സജഷൻ പോകുന്നത്. അപ്പൊ ഇവൻ ഇത് കയറി വന്നെങ്കിൽ ഇവന്റെ അൽഗോരിതം ഏത് രീതിയിലാണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ. ஒரு பைக்க கூட வாங்க முடியாது சொன்னல, பல்சர்ரா யா வண்டிடா. என்னடா சொன்ன? இதமோ உன்னால வண்டி வாங்க முடியாதுன்னு சொன்னல, പൾസർ യാ വണ്ടി. നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ വീഡിയോ എടുത്ത ഫോണൊന്ന് വിറ്റ് കാണിക്കും. കാരണം അതിന്റെ ബാക്ക് ആണോ ഫ്രണ്ട് ആണെങ്കിലും നല്ല ഡിസൈൻ ആയിരിക്കും. അതിൽ ചുമന്ന ഈ വായിന്ന് പോകുന്ന സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ലുക്കിലായിരിക്കും ആ ഫോൺ ഇരിക്കുന്നത്. കണ്ടിട്ട് തേങ്ങ വെട്ടുകാരനാണെന്ന് തോന്നുന്നു. തേങ്ങ വെട്ടിയിട്ട് ബാക്കി കൊടുത്ത 2 തേങ്ങകളും വെച്ചോണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതൊരു മോട്ടിവേഷൻ ആണ്. തേങ്ങ വെട്ടി അവൻ പൾസർ മേടിച്ചില്ലേ. പൾസർ സമരക്കാർ പൂട്ടിച്ചു. ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. എന്തായാലും കണ്ണൂർക്കാരനാണ്. ഒരുപക്ഷെ BJP അനുഭാവി ആയിരുന്നാലും അല്ലെങ്കിലും. പക്ഷെ ഈ രീതിയിലൊരു പ്രതികരണം ഒട്ടുമിക്ക ആൾക്കാരും കാണിക്കാൻ ധൈര്യം കാണിച്ചാൽ മാത്രമേ ഈ ഹർത്താൽ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. കേരളം വളരണമെങ്കിൽ ഈ ഹർത്താൽ എന്ന മൈര് പരിപാടി ഇല്ലാതാവണം. തൊട്ടടുത്ത സ്റ്റേറ്റുകളിലൊന്നും ഹർത്താലൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകും. അവിടെ ബിസിനസ്സുകളൊന്നും നിൽക്കത്തില്ല. ഇവിടെയാണ് ബിസിനസ്സുകൾ തകരുന്നത്. ഒരു ദിവസം തന്നെ എത്ര കോടിയുടെ ബിസിനസ് ആയിരിക്കും കേരളത്തിന് നഷ്ടമാവുന്നത്. കേരളത്തിന് മീൻസ് കേരള ഗവൺമെന്റിനല്ല, കേരളത്തിന് അന്നന്ന് ബിസിനസ് എടുത്ത് ജീവിക്കുന്ന ധാരാളം ബിസിനസ്സുകാരുണ്ട്. ലുലുമാളിന്റെ മുതലാളി മാത്രമല്ല കേരളത്തിലെ ബിസിനസ്സുകാർ. സാധാരണ വളർന്നു വരുന്ന എത്ര ബിസിനസ്സുകാർക്ക് ഇന്ന് ലോസ് ഉണ്ടായിക്കാണും. അവരെത്രമാത്രം വിഷമിച്ചുണ്ടാവും. നിങ്ങൾക്കറിയാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരാളെങ്കിലും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരാളെങ്കിലും അറിയാം ഇന്നത്തെ ഹർത്താൽ കാരണം അയാളുടെ ഒരു ദിവസം ബിസിനസ് നഷ്ടമായത്. വിഷമിച്ച ഒരാളെ നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അയൽക്കാരിയായാല് കുറച്ചൊരു മാന്യത വേണം നമുക്ക്. ഞങ്ങളോട് പറയണ വെറുതെ ഇവിടെ ഇത്രയും തുടച്ച് അടിച്ച് ഇവിടെ ഇത്ര സ്ഥലം കൂടി ബാക്കിയുള്ള അവിടെ ഇങ്ങോട്ട് തുടച്ചാൽ ഇപ്പം അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഇത് അയൽക്കാര് ഇവിടെ ഇത്ര ഒരു തരി ഭാഗം അവിടെ തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ ഉണ്ടാകുക? ഇതൊക്കെ ഞാൻ പറയണത്. സഹോദരത്തിൽ ഇപ്പം സാഹോദര്യം, സ്നേഹം, ഇതൊന്നും അയൽക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇവൾ എന്താണ് വിചാരിക്കുന്നത്? അപ്പത്തെ അയൽക്കാരി ഇവളെ കക്കൂസ് കൂടി കഴുകി കൊടുക്കണോ? നിങ്ങളും ശ്രദ്ധിച്ചാലേ അവിടെ മാറ്റ് കിടക്കുന്നത്, ചെടിച്ചട്ടി കിടക്കുന്നത്, ഇതൊക്കെ എടുത്ത് മാറ്റി ഇവൾക്കെല്ലാം തുടച്ചു കൊടുക്കണമെന്നാണ് ഇവള് പറയുന്നത്. അവര് ചെയ്യാവുന്നതിൽ മാക്സിമം അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ചെയ്യേണ്ട ആ ഒരു പാർട്ടിഷന്റെ ആ തൂണിന്റെ പകുതി വരെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി അവളെ കക്കൂസ് കൂടി കഴുകി കൊടുക്കാത്തതിന്റെ കുറവുകൂടെ ഉള്ളൂ. ഇവിടെ കേവലം കൊല്ലം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ എൻ്റയർ ഡിപ്പാർട്ട്മെന്റ് ഫുൾ റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ പിഞ്ചൂട്ടൻ. അവിടെ നിന്ന് UK ഒരു കെയർ വർക്കറായിട്ട് എത്തുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു അനുഭവിക്കേണ്ടി വന്ന ഓരോ അനുഭവങ്ങളും. ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് നിന്നും ജോലിക്ക് പോകേണ്ടത് 71 മൈൽ ദൂരെയാണ്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8 മണിക്ക് കെയർ റൂമിൽ ഡ്യൂട്ടിക്ക് കയറണം. രാത്രി 8 മണി വരെ നിർത്താതെയുള്ള ഡ്യൂട്ടി. അതിനിടയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന 30 മിനിറ്റ് ബ്രേക്ക് മാത്രം. 30 മിനിറ്റിൽ കഴിക്കാൻ വലിയ ഭക്ഷണമോ ഒന്നും തന്നെ ഇല്ല. വല്ല ബ്രെഡോ ജാമോ ഒക്കെ കഴിച്ചാണ് നിൽക്കുന്നത്. 8 മണിക്ക് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വരുന്ന വഴിയിൽ കാണുന്ന ഒരു ബംഗ്ലാദേശി അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് 10 പൗണ്ടിന് ഫുഡും കഴിച്ച് രാത്രി 10:30 മണിക്ക് വീടെത്തും. വീണ്ടും ഇത് തന്നെ ഒരു മാസമായി. ഇത്ര സക്സസ്ഫുൾ ആയ ആൾക്കാർ എന്തിനാണ് പോയത്? ഇവിടെ തന്നെ നിന്നാ പോരുന്ന സക്സസ്ഫുൾ ആളല്ലേ, ഇവിടെ തന്നെ നിന്നാ പോരെ. എന്തിനു പോയത്? ചിക്കിളി കിട്ടാനല്ലേ. ചിക്കിളി ആരും ചുമ്മാ കൊണ്ട് വരൂല. ചിക്കിളി കൂടുതൽ കിട്ടുമ്പോൾ അതിൻ്റെതായ കഷ്ടപ്പാടുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അത് ഒരു സ്വാഭാവികതയാണ്. അതിങ്ങനെ ഇരുന്ന് മോങ്ങേണ്ട കാര്യമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും ചെയ്യാൻ വേണ്ട. ഒരു ഹർത്താൽ കാരണം ഇഷ്ടം പോലെ സമയം കിട്ടി എന്ന് വെച്ചാലും ഒന്ന് നോക്കൂ. ഒരു ജീവിതത്തില് ഒരു ദിവസത്തിലെ പൈസ ഉണ്ടാക്കാനുള്ള 8 മണിക്കൂർ ഇല്ലാതാക്കിയ ദിവസം. എനിക്ക് ജീവിതത്തിന്റെ ആയുസുകളിൽ
ഒരു ദിവസം കൂടി എക്സ്ട്രാ തരുമോ? ഇല്ല. ഈ സമരക്കാരൻ എനിക്ക് തരുമോ എക്സ്ട്രാ? ഇല്ല. യവന്മാർ ഈ സമരക്കാരനെ നാളെ തൊട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കോ? അതും ഇല്ല. ഒരു മൈരും ഉണ്ടാക്കില്ല. മാറ്റം ഉണ്ടാക്കും. എന്റെ പേഴ്സിൽ ഇന്ന് വരാനുള്ള വരുമാനം കുറവായിരിക്കും നാളെ നോക്കുമ്പോൾ. യവന്മാർക്ക് ഇതേ പറ്റൂ. നമുക്കിതേ വിധിച്ചിട്ടുള്ളൂ. ദിസ് ഈസ് ഇന്ത്യ. സോറി, ദിസ് ഈസ് കേരള. ഇന്ത്യയിലുള്ള ബാക്കി സ്റ്റേറ്റുകളൊക്കെ കുറച്ചുകൂടെ വിവരമുണ്ട്. നമ്മൾ 100% ലിറ്ററസിയും വെച്ച് ഇങ്ങനെ വീട്ടിൽ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, ഇല്ലേ? ഒരു ഹർത്താൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ച് കുപ്പിയും മേടിച്ച് വീട്ടിൽ പോയമാർ എത്ര പേരുണ്ട്? ഇവരൊക്കെ ഈ മാസത്തെ വരുമാനത്തിൽ ഇന്ന് കിട്ടാനുള്ള തുക കുറവുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ഗവൺമെന്റ് ജോലിക്കാരടുത്ത് അല്ല പറയുന്നത്, സാധാരണക്കാരുണ്ട്. ഡെയിലി ജോലി ചെയ്താൽ മാത്രം പൈസ കിട്ടുന്ന ആൾക്കാരുണ്ട്. അവരെ കാര്യമാണ് പറഞ്ഞത്. എത്ര പേരുണ്ടോ? എനിവേ, ഒരു ബ്ലാക്ക് ഡേ കഴിഞ്ഞതിന്റെ നിരാശയിൽ ബൈ.